സംസാരിക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ ഭാഷ പഠിച്ചെടുക്കാൻ വൈകുന്നു, ഇതിനൊക്കെ സ്ക്രീൻ ടൈമിനെ കുറ്റം പറയുന്നവരുണ്ട്. സ്ക്രീൻ ടൈം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുഞ്ഞിൻ്റെ ഭാഷയ്ക്ക് തടസ്സം നിൽക്കുന്നതിലോ അത് വളരുന്നതിലോ? സ്ക്രീൻ ടൈം കോമൺലി നമ്മൾ പറയുന്ന ഒരു 4 വയസ്സ് 5 വയസ്സ് വരെ സ്ക്രീൻ ടൈം കാണിക്കരുതെന്നാണ് പറയുന്നത്. കാരണം കുട്ടിക്ക് എപ്പോഴും ഒരു കാര്യത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അവരുടെ അറ്റൻഷൻ ഇഷ്യൂസ് വരും, ഇല്ലെങ്കിൽ ലാംഗ്വേജ് എഫക്റ്റഡ് ആവും. നമ്മൾ നേരിട്ട് സംസാരിക്കുന്നതും ഈ സ്ക്രീനിൽ കൂടെ കാണുന്നതും രണ്ടും രണ്ടാണ്. സോ ഈ 5 ഇയേഴ്സ് വരെ ഒരു സ്ക്രീൻ ടൈം എടുത്ത ഒരു കുട്ടീനെയും സ്ക്രീൻ കാണിക്കാത്ത കുട്ടിയുടെയും കൂടെ ഡെവലപ്മെൻറ്റ് നോക്കിയാൽ സ്ക്രീൻ കാണിക്കാത്ത കുട്ടിക്കാണ് ലാംഗ്വേജ് കൂടുതലാവുന്നത്. അവരുടെ കോഗ്നിഷനും അവരുടെ എല്ലാ ആസ്പെക്റ്റും കൂടുതൽ മറ്റൊരു കുട്ടിക്കായിരിക്കും ആസ് കമ്പയർഡ് ടു ഈ സ്ക്രീൻ കാണിക്കുന്നത്. സ്ക്രീൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് കുറയാനും ചാൻസസ് ഉണ്ട്. അവർ സംസാരിക്കുന്ന രീതി നമുക്ക് കുറച്ചുകൂടെ ഒരു വാക്ക് പറഞ്ഞാൽ റോബോട്ടിക് സ്പീച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ റോബോട്ട് സംസാരിക്കുന്ന പോലെ ഒരു ടോണോ പിച്ചോ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇന്ന് വന്നു. മറ്റു കുട്ടികൾ ഞാൻ ഇന്ന് വന്നു അങ്ങനെ ഒരു ടോൺ ഇട്ട് ഒരു റിതം ഇട്ട് സംസാരിക്കും. ഇവർ ചിലപ്പോൾ ഒരു മോണോ പിച്ചിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അത് ഈ ഒരു സ്ക്രീൻ ടൈം കൂടുന്നതിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ടാണ്. അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസും വരും. പിന്നെ ഭയങ്കര വാശിയായിരിക്കും. ഫോൺ കണ്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വരും. സോ ബെറ്റർ എപ്പോഴും സ്ക്രീൻ ടൈം കുറയ്ക്കാനാണ് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര പാടാണ്. സോ അതിൻ്റെ അതർ ഓപ്ഷൻസ് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഒന്നെങ്കിൽ ബുക്ക് വായിപ്പിക്കുക, ഇല്ലെങ്കിൽ മ്യൂസിക് കേൾപ്പിക്കുന്നതൊന്നും കുഴപ്പമില്ല.